ബാർസലോണയിലെ പൈനാഫോർട്ടിലുള്ള ഒരു സമ്പന്ന കുടുംബത്തിലാണ് വിശുദ്ധൻ ജനിച്ചത്. ക്രിസ്തീയ വിശ്വാസത്തിലും ചെറുപ്പം മുതലേ ആകൃഷ്ടനായ അദ്ദേഹം ദൈവവചന വ്യാഖ്യാനത്തിൽ കൂടുതൽ സമയം കണ്ടെത്തിയിരുന്നു. പിന്നീട് അദ്ദേഹം ബൊളോണിയയിലേക്ക് പോയി പൊതുസഭാ നിയമങ്ങളും വിശുദ്ധ ലിഖിത വ്യാഖ്യാനത്തിലും പാണ്ഡിത്യം നേടുകയും അവിടെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനായി അംഗീകരിക്കപ്പെട്ടു. വിശുദ്ധനെ അധികം താമസിയാതെ അവിടെ സഭാചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും അധികാരിയായി നിയമിക്കപ്പെട്ടു. നിയുക്തമായ ജീവിതവും വിനയവും ലാളിത്യവും പാണ്ഡിത്യവും വഴി വിശുദ്ധന്റെ സകല പുരോഹിതർക്കും വിശ്വാസികൾക്കും ഇടയിൽ മാതൃക പുരുഷനായി. പരിശുദ്ധ മാതാവിലുള്ള വിശുദ്ധന്റെ അടിയുറച്ച വിശ്വാസം അസാധാരണമായിരുന്നു. അതിനാൽ തന്നെ ദൈവമാതാവിനുള്ള ഭക്തി പ്രചരിപ്പിക്കാനുള്ള ഒരു അവസരവും വിശുദ്ധൻ പാഴാക്കിയിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധനെ ഗ്രിഗറി 9-ാം പാപ്പ റോമിലേക്ക് വിളിക്കപ്പെടുകയും തന്റെ ചാപ്പൽ പുരോഹിതനും കുമ്പസാര വൈദികനുമായി നിയമിച്ചു. ഈ പാപ്പയുടെ ആവശ്യപ്രകാരമാണ് വിശുദ്ധൻ പാപ്പമാരുടെ പല സമിതികളിലായി ചിതറിക്കിടരുന്ന വിധികളും പ്രമാണങ്ങളും കത്തുകളും ഒരുമിച്ച് ചേർത്ത് ഡിക്രീറ്റീലെസ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രന്ഥമാക്കി മാറ്റിയത്. ഇതേ പാപ്പ തന്നെ വിശുദ്ധനെ ടാറഗോണയിലെ മെത്രാപ്പോലിത്ത സ്ഥാനം വാഗ്ദാനം ചെയ്തുവെങ്കിലും അത് വളരെ എളിമയോടുകൂടി അദ്ദേഹം നിരസിച്ചു. അരഗോണയിലെ രാജാവായ ജെയിംസ് 1-ാമനെ തന്റെ അധികാര പ്രദേശത്ത് ഒരു മതദ്രോഹ വിചാരണ കാര്യാലയം സ്ഥാപിക്കുവാനും വിശുദ്ധ റെയ്മണ്ട് പ്രോത്സാഹിപ്പിച്ചു. ധാരാളം അത്ഭുത പ്രവർത്തനങ്ങളും വിശുദ്ധന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഇതിൽ ഏറെ പ്രസിദ്ധമായത് ഒരിക്കൽ മജോർക്ക ദ്വീപിൽ നിന്നും ബാർസലോണയിലേക്ക് തിരികെ വരുന്ന വഴി വിശുദ്ധൻ തന്റെ മേലങ്കി കടലിൽ വിരിക്കുകയും 6 മണിക്കൂറോളം അതിന്മേൽ ഇരുന്ന് തുഴഞ്ഞ് ഏതാണ്ട് 160 മൈലുകളോളം സഞ്ചരിച്ച് തന്റെ ആശ്രമത്തിലെത്തുകയും അടഞ്ഞുകിടന്ന ആശ്രമത്തിലൂടെ അദ്ദേഹം ആശ്രമത്തിൽ പ്രവേശിച്ചുവെന്നാണ്. 1275-ലാണ് വിശുദ്ധൻ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു. ക്ലെമന്റ് 8-ാമൻ മാർപ്പാപ്പ ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. മരിക്കുവോളം അദ്ദേഹത്തിന് 100 വയസ്സ് പ്രായമായിരുന്നുവെന്ന് പുരാതന ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നു.